പറയാൻ പറ്റും. ഇവരുടെയൊക്കെ പരിപാടി എന്തോ നമ്മളെങ്ങനെ പറയും, ഇപ്പൊ ബാലയുടെ ഇത്രയും പ്രശ്നങ്ങൾ കണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുള്ള എന്താ വെച്ചാൽ ഇപ്പൊ ആ കൊച്ചിനെ അവൻ സഹായിക്കുന്നതല്ലേ, ഫിനാൻഷ്യലി സഹായിച്ച് ചിലപ്പോൾ ഒത്തിരി സഹായങ്ങൾ ഉണ്ടാവും ഇതിനെ കൊണ്ടല്ലോ. അപ്പൊ അതിനിടയ്ക്ക് ഇവർക്ക് ഇവരോട് വല്ല ആരാധനയോ വല്ലതും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണ്. അവരോട് പറയുന്നത് എന്തോന്ന് നമുക്കറിയോ, ഇവരെല്ലാം മോശക്കാരെന്നല്ലേ അവൻ പറയുന്നത്. അമൃത മോശം, എൽസോത്ത് അതിലും മോശം. അപ്പോൾ നീ പെണ്ണ് വിശ്വസിക്കുമായിരിക്കും. മനസ്സിലായോ? അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കൂട്ടത്തിൽ നിൽക്കുന്ന ആളിപ്പോൾ നമ്മൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്, നമ്മൾ എപ്പോഴും ആ ഫ്രണ്ടിനെ ആരും വിശ്വസിക്കത്തുള്ളൂ. അവർ നല്ലപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സ്പോഷറും ഇല്ല. ഈ പെണ്ണിന് വേറൊരു മനുഷ്യനായിട്ടൊരു ബന്ധവും ഇല്ല. അപ്പോൾ അവൾ തീർച്ചയായിട്ടും ഇവനെ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അവൾ വിശ്വസിച്ചിട്ടൊക്കെ അറിയാം, അവൾ കള്ളത്തിനെ പറയുകയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവളത് വിശ്വസിച്ച് ജീവിക്കും. ഇപ്പോൾ നാളെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉള്ളത് തിരിഞ്ഞു പറഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും സംശയം തോന്നി തുടങ്ങിയാൽ അവർ തമ്മിൽ അടിയാവും. കാരണം പറ്റിച്ചെന്ന് തോന്നിയാൽ മാത്രമേ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. അല്ലെ ഒരു ജീവിതകാലം മൊത്തം പറ്റിക്കാൻ പറ്റുമോ ചില ആൾക്കാരെ? മനസ്സിലായോ? പറഞ്ഞാൽ മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്, അല്ലെ അവർക്ക് അതിനുള്ളൊരു തെളിവ് കിട്ടും. അവരുടെ യൂട്യൂബ് ചാനൽ കുക്കിംഗ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബർ പാലയല്ലേ, ഫാമിലി ബ്ലോഗർ പാല. ആക്ടർ എന്നൊക്കെ മാറ്റിയിട്ട് ഫാമിലി അതിഥി തൊഴിലാളി, തൊഴിലാളി ഫാമിലി ബ്ലോഗർ പാല. ഈ കേരളത്തിൽ വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ തമിഴ് ഫുഡൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത് എനിക്കറിയാം. ഇവൻ അവന്റെ നാട്ടിൽ ഇപ്പൊ ഇവിടെ പെണ്ണില്ല അവന്. നേരത്തെ അമൃതയും എൽസത്തൊക്കെ മലയാളികളാണ്. അപ്പൊ അവിടെ നിൽക്കുന്നോണ്ട് എന്തെങ്കിലും കാര്യമാണെന്ന് പറയാം. ഇവന് ഇപ്പൊ അവൻ തമിഴ്നാട്ടിൽ പോയി നിൽക്കരുത്. ഇവൻ ആദ്യത്തെ കാര്യം ഞാൻ പറയാം, എന്തുകൊണ്ട് ബാല തമിഴ്നാട്ടിൽ ജീവിക്കാതെ കേരളത്തിൽ ജീവിക്കുന്നുള്ളതിനെ അന്വേഷിക്കണം. അത് ഇവൻ കോടികളുണ്ട്, അവിടെ പല പരിപാടികളൊക്കെ ഉണ്ട്. ഇത്രയും ഒരു എന്താ പറയണ്ടേ അക്രമവാസനയും ഒരു ക്രിമിനൽ മൈൻഡും ഒക്കെ ഉള്ള പോലത്തെ ഒരാളെ പോലെ തോന്നുന്നവനെ സംശയിക്കേണ്ടിയിരിക്കുന്ന അവൻ എന്തിനാണ് കേരളത്തിൽ നിൽക്കുന്നത്? എന്തോ കുഴപ്പമുണ്ട്. അല്ല ആരെങ്കിലും പോയി നിൽക്കുക, ഇങ്ങനെ വെറുതെ നിൽക്കുക, പണിയില്ല. ഇവിടെ നമ്മളിവിടെ ആൾക്കാർ എല്ലാവരും ലോകത്തിന്റെ ഏത് മൂലിക്കുന്നതിന് മലയാളിയെ കാണാൻ പറ്റും. അവിടെ അവർ ജോലിക്ക് പോയേക്കുവാ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവർക്ക് അവിടെ ബന്ധുണ്ടെന്ന് വിചാരിക്കുക. അവിടെ ബാംഗ്ലൂർ പെണ്ണെ കെട്ടി, അവന് ബാംഗ്ലൂർ വീടുണ്ട്, അവനവിടെ പോയി താമസിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതും ബന്ധു വീട്ടിലല്ലേ നിൽക്കുന്നത്. ഇവിടെ ഓക്കെ, ഇതുവരെ എൽസോത്ത് ഉണ്ടാകുന്ന സാധനത്ത് വരെ നമുക്ക് ഓക്കെ. ഇപ്പം കോകില കിട്ടുമ്പോൾ തിരിച്ചു പോകാൻ വേണമെങ്കിൽ ഇവന് ആരുമില്ല ഇവിടെ. എന്നിട്ടും അവൻ അവിടെ പോകാതെ ഇവിടെ തന്നെ നിൽക്കുക. അത് ശരിയല്ലല്ലോ. അല്ലെ എന്തിനും തൊഴിൽ വേണം ഇങ്ങനെ നിൽക്കണമെങ്കിൽ. എന്തിനും ഒരാൾ വന്ന് വെറുതെ ഒരു സ്റ്റേറ്റ് മാറി ജീവിക്കുന്നത്? അത് ഇത്രയും കൊല്ലം അതിനൊന്നും ഒരു സംശയം തോന്നുന്നില്ല. ഇങ്ങനെ എടുത്ത വന്ന് നിൽക്കും, എന്തോ സംശയമുണ്ട്. ഇവന് വേറെ വല്ല പരിപാടി ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക്, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ടോ? ശരിയല്ലേ? പിന്നെ ചാരിറ്റി എന്ന് പറഞ്ഞ പരിപാടി കാണിക്കുന്നുണ്ട്. അത് എല്ലാ പുള്ളികളും കാണിക്കുന്നത്. ഇതുപോലത്തെ ടീമുകളെല്ലാം ചാരിറ്റി കാണിക്കും. മറ്റേ ഇവര് ഹാജി മസ്താനും ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ളവരെല്ലാം ഭയങ്കര ചാരിറ്റി. ഒരു ഗ്രാമമൊക്കെ ഏറ്റെടുത്തവര്, മനസ്സിലായില്ലേ? കോളനി മറ്റേ ഇതില്ലേ സ്ലമ്മൊക്കെ അവര് മെച്ചപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നവരവര്. അതുകൊണ്ട് ചാരിറ്റി കണ്ടോണ്ടൊന്നും ഒരുത്തനൊന്നും അങ്ങനൊന്നും നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ലടേ. ബാക്കിയൂടെ നോക്കണം. ബാക്കി എല്ലാം പ്രശ്നമാണ്. പിന്നെ അതിനിടയിൽ ഇത് മറയ്ക്കാൻ ഒരു ചാരിറ്റി പോലത്തെ പരിപാടി ചെയ്യുന്നവര് ചെയ്യാറുണ്ട്, നമുക്കറിയാം. ഒത്തിരി പേരുണ്ട് അങ്ങനെ. അതിനകത്ത് ഒരാളായിക്കൂടെ ഇതൊക്കെ ഒരു മറ. ഇവന് ഒരുപാട് മറകൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്തിനിങ്ങനത്തെ മറകള്? വല്ല ഒരു സംശയമാണ്. മനസ്സിലായോ? ഒരിക്കലും ഇവിടെ നിൽക്കുന്ന ആളല്ല പാല. കേരളത്തിൽ നിൽക്കേണ്ട ഒരാവശ്യവും പാലക്കില്ല. എല്ലാം എന്തിനും കാണിക്കണം. എന്തിനാ നിൽക്കുന്നതെന്ന് പറ. യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാനാണ്. യൂട്യൂബ് വീഡിയോ എവിടെ നിന്നാലും ഉണ്ടാക്കാം. ഇനി കേരളത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ കോയിലാണ് യൂട്യൂബ് വീഡിയോ ഇട്ടുണ്ട്. മലയാളികളെ കണ്ടുകൊണ്ട് ഇവൻ തമിഴന്മാർ കാണാനില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണോ? തമിഴന്മാർ ഇവനെ അറിയത്തില്ല. തമിഴർക്ക് ഇവനെ അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. തമിഴ്നാട്ടിൽ പട്ടിക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഈ അഭ്യാസം മൊത്തം കാണിച്ച് ഇവിടെ ടോളറൻസ് നമുക്ക് ഇച്ചിരി കൂടുതലാണ് മലയാളികൾക്ക്. ഇതേ പണി തമിഴ്നാട്ടിൽ കാണിച്ചാൽ അവൻ വെട്ടിക്കൊല്ലും. മനസ്സിലായോ? ഇവിടെ ക്ഷമിച്ച് ആൾക്കാർ വിടുന്നോണ്ടേ നടക്കുന്നത് ഇത്തിരി പണികൾ. പോട്ടെ, ഇതേപോലെ പെങ്കൊച്ചിനെ തമിഴ്നാട്ടിൽ ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അവളെ ഇതുപോലെ ഉദരവെച്ചെന്ന് പറഞ്ഞാൽ അവിടെ ആങ്ങളമാർ വന്ന് കിട്ടും ഇല്ലേ? ഇവിടെ ആയതുകൊണ്ടല്ലേ എൽസോത്തിന്റെ ആങ്ങളമാർ അങ്ങനത്തെ ആൾക്കാരല്ലാത്തതുകൊണ്ടല്ലേ. അല്ലെ മറ്റേ എനിക്ക് വേണ്ടിയ സുമോ ടാറ്റ സുമോയിലൊക്കെ വന്ന് ഓടിച്ചിട്ട് എന്തോ ചെയ്യും പാല. അതുകൊണ്ടാണ് അവരോട് നിൽക്കുന്നത്. അതൊരു കാരണം. നമ്മള് മലയാളികൾ കുറച്ചുകൂടെയൊക്കെ അഭ്യസ്തവിദ്യരും 100% ലിറ്ററസി സാർ അതെല്ലാം ഉള്ളത് കൊണ്ട് ഇന്ന് പോകുന്ന അതില്ലാതെ കാണാൻ. ഇവന് ആന്ധ്രയിലും പോകത്തില്ല, വേറെ എവിടെയും പോകത്തില്ല. അതിന് കുറച്ചുകൂടെ സൗകര്യം ബാംഗ്ലൂരാണ് ശരിക്കും പറഞ്ഞാൽ. അതെന്താ പോകത്തെ? അവിടെ ചെന്നാൽ ഈ പ്രശ്നമുണ്ട്. എന്തിനും ചെറിയ പ്രശ്നം ഉണ്ടാക്കി ആരായിരിക്കും വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനെ ചെയ്യത്തില്ല. അതുകൊണ്ട് ജീവിച്ചു പോവുക. ഇനി കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നാട്ടുകാർ ഓടിലൊക്കെ ഇട്ട് അടിച്ച് ഓടിക്കുന്നതാണ്. ഇതുപോലത്തെ ഐറ്റങ്ങൾക്ക് അടിയെ കിട്ടാറുണ്ട് കേട്ടോ. ഒരുപാട് സമയം എടുക്കുന്നു. ക്ഷമിച്ച് നെല്ലിപ്പല കാണുമ്പോൾ ചിലപ്പോൾ മലയാളികൾ കഴിക്കാൻ ചാൻസ് ഉണ്ട്. പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ പോയാൽ ചിലപ്പോൾ എവിടെയൊക്കെ ചെന്ന് കയറിയിട്ടേ സ്ഥിരമായിട്ട് അങ്ങനെ കയറി കഴിഞ്ഞാൽ ഒരു ദിവസം കിട്ടും. ഇതുപോലത്തെ ഉള്ളവർക്കല്ലേ അടി കിട്ടും. നല്ല ആർക്ക് കിട്ടും. ഇപ്പൊ 5 ലക്ഷത്തിന് കേസ് കൊടുത്തെന്ന്
ഒന്ന് കമന്റ് ഒക്കെ വന്നു കാണും ഇപ്പൊ അവൻ അത് തന്നെ വേണമെന്ന്. ഏത്